നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കൂടെ? നോക്കിയാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ബോധം കിട്ടുമോ എന്ന് വെച്ചാൽ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താ സോഷ്യൽ സയൻസ് ആണോ? പക്ഷെ സംഗതി വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും ആൻസർ വളരെ ചെറുതാണ്. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ എന്നുള്ളത് ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഓക്കെ, ഒരു ഹിസ്റ്ററി ക്വസ്റ്റ്യൻ ഇതുപോലെ ഉണ്ടാവും, പക്ഷെ ഹിസ്റ്ററി ജോഗ്രഫി ഒന്നുമില്ല, മാത്സിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഇതിൽ കീ പോയിന്റ്സ് എന്താന്നുള്ളത് നോട്ട് ചെയ്യാം. There is a circular path around a sports field. ഒരു സ്പോർട്സ് ഫീൽഡിൽ എന്തുണ്ടെന്ന് പറയുന്നത്? സർക്കുലർ പാത്ത് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സർക്കുലർ പാത്ത് അങ്ങോട്ട് വരച്ചു കൊടുക്കാം അല്ലെ? ഒരു സർക്കുലർ പാത്ത് നമുക്ക് അങ്ങോട്ട് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ സർക്കുലർ പാത്ത് കിട്ടി. ഒരു സ്പോർട്സ് ഫീൽഡ് നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവില്ലേ ഇങ്ങനെ ഈ സ്പോർട്സ് നടക്കുന്ന സ്ഥലത്തല്ലോ? അപ്പൊ ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള ഒരു റോഡ് ഉണ്ടാവില്ലേ അതിന് ചുറ്റിലും അല്ലെ? സൈക്കിൾ ഓടിക്കുന്നു അല്ലെങ്കിൽ കുട്ടികൾ ഓടാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നു, അതുപോലെ സംഗതിയാണ്. ഓക്കെ, എന്നിട്ട് എന്താ പറയുന്നത്? സോണിയ ടേക്സ് 18 minutes ടു ഡ്രൈവ് 1 round ഓഫ് ദ ഫീൽഡ്. അതായത് അവർ രണ്ടാളും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. ഓക്കെ, അപ്പൊ സോണിയ എത്ര മിനിറ്റ് വേണമെന്ന് അറിയാം? സോണിയക്ക് ഒരു സൈക്കിളാണോ എന്താണ് ഇതിൽ ഉപയോഗിച്ചതെന്ന് അറിയില്ല. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് സൈക്കിൾ ഉദ്ദേശിക്കാം. സൈക്കിളിൽ സോണിയക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് എത്താൻ എത്ര മിനിറ്റ് വേണമെന്ന് പറഞ്ഞേ? 18 minutes. ഓക്കെ, സോണിയ ടേക്സ് 18 minutes. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്താൻ 18 മിനിറ്റ് വേണം സോണിയ. ഓക്കെ, 18 മിനിറ്റ്. ഇനി നമുക്ക് ആരുള്ളത്? അടുത്ത ആള്, രണ്ടാമത്തെ ആൾ ആരാ? വൈൽ രവി ടേക്സ്. രവി എത്ര സമയം എടുക്കുന്ന അറിയോ? രവി സമയം എടുക്കുന്നത് 12 മിനിറ്റ് ആണ്. അപ്പൊ ആരാ സ്പീഡിൽ പോവാ? സോണിയാണോ രവിയാണോ? യെസ്, രവിയാണ് ഫാസ്റ്റ് ആയിട്ട് പോലെ. അപ്പൊ നമുക്കിവിടെ ഒരു രവിനെയും കൂടി വരച്ചു വെക്കാം. രവിന്റെ ഒരു സർക്കിളും കൂടി. രവിക്ക് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്താൻ എത്ര ടൈം മതി? 12 മിനിറ്റ് മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ അറിയോ? രണ്ടാൾ ഒരേ സ്റ്റാർട്ടിങ് പോയിന്റ് നിന്നാണ് തുടങ്ങിയത്. രണ്ടാൾ ഒരേ സ്റ്റാർട്ടിങ് പോയിന്റ് തുടങ്ങിയത്. അപ്പോ ബോത്ത് സെയിം പോയിന്റ് സെയിം ടൈം, ഒരേ സമയത്ത് ഒരേ സ്റ്റാർട്ടിങ് പോയിന്റ് തുടങ്ങി. സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. രണ്ടാളും എങ്ങോട്ടാ പോകുന്നത്? സെയിം ഡയറക്ഷനിൽ പോകുന്നത്. ആഫ്റ്റർ ഹൗ മെനി മിനിറ്റ്സ് ദേ വിൽ മീറ്റ് അഗൈൻ അറ്റ് ദ സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പോ അവർ രണ്ടാളും ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് എപ്പോഴായിരിക്കും എന്ന ക്വസ്റ്റ്യൻ. ആദ്യത്തുനിന്ന് ആരാണ്? രവിയാണ്, ഒരു സംശയമില്ലല്ലോ. 12 മിനിറ്റ് വേണ്ടു. രണ്ടാമതെത്തുന്നതാണ് ആര്? നമ്മുടെ എന്തായിരുന്നു പേര്? എസിന്റെ പേര് സോണിയ അല്ലെ? സോണിയ. അപ്പോ രണ്ടാൾ ഒരേ സമയത്ത് എൻഡിങ് പോയിന്റിൽ എത്തുമോ? ഇല്ല, കാരണം രവിക്ക് 12 മിനിറ്റ് വേണ്ടു. രവി ഫാസ്റ്റ് ആയിട്ട് എത്തും, സോണിയ എത്തുന്നത് സ്ലോയിലാണ്. അപ്പൊ അവർ എപ്പോഴാണ് മീറ്റിംഗ് പോയിന്റിൽ എൻഡിങ് പോയിന്റിൽ മീറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ LCM എടുത്താൽ മതി. ഓക്കെ, അതായത് രവി 12 മിനിറ്റിൽ ഇവിടെ എത്തി, വീണ്ടും ഒരു 12 മിനിറ്റ് എത്തുമ്പോൾ ഇവിടെ എത്തി, എന്ന് വെച്ചാൽ 24 മിനിറ്റിൽ അവിടെ എത്തി. ഓക്കെ, രവിന്റെ ഒരു സർക്കിൾ പറഞ്ഞുതരാം. ഫസ്റ്റ് രവി 12 മിനിറ്റിൽ മീറ്റിംഗ് പോയിന്റിൽ എൻഡിങ് പോയിന്റിൽ മീറ്റ് ചെയ്തു. പിന്നെ അടുത്ത തവണ 24 മിനിറ്റിലാണ് അവിടെ എത്തുക അല്ലെ? അടുത്ത തവണ 36 മിനിറ്റിൽ, അടുത്ത തവണ 48 മിനിറ്റിലെത്തും. എന്നാൽ സോണിയന്റെ നോക്കിക്കോളൂ, സോണിയ 18 മിനിറ്റിലെത്തും. പിന്നെ അടുത്തത് ഏതാണ്? സോണിയ ആ മീറ്റിംഗിൽ എത്തുന്നത് 36. നോക്കിയാട്ടെ, ഇവിടെ രണ്ടാളും ആ ഒരു മീറ്റിംഗ് പോയിന്റിൽ പിന്നെ കണ്ടുമുട്ടുന്ന ഏത് സമയത്തറിയോ? 36. ഓക്കെ, അപ്പൊ ഇത് എന്താണ്? ഇതിന്റെ HCF ആണോ LCM ആണോ? LCM ആണ് അല്ലെ? 18 × 18 36, 12 24 36. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. അവിടെ മൾട്ടിപ്പിളിന്റെ ലീസ്റ്റ് കോമൺ ആണ് 36. അപ്പൊ നമുക്ക് ഇവിടെ ആരെ കണ്ടാൽ മതി? ആൻസർ കണ്ടെത്താന് ആരെ കണ്ടെത്താൽ മതി? സിൻസ് സോണിയ ടേക്ക് 18 minutes ടു കംപ്ലീറ്റ് 1 round, രവി ടേക്സ് 12 minutes ടു കംപ്ലീറ്റ് 1 round, required means they will meet again. The starting point is ആരാണ്? LCM of നമ്മുടെ നമ്പർ ആരായിരുന്നു? 18 and 12. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? LCM കണ്ടുപിടിക്കാം അല്ലെ? പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ആരാ ഫസ്റ്റ് കാണുന്നത്? നമ്മള് 18 ആണ് അല്ലെ? 18 ഈസ് ഈക്വൽ ടു 18 കാണുവാണേ, 2 എടുക്കാം അല്ലെ? 9 പ്രാവശ്യം പോകും. പിന്നെ 3 എടുക്കാം, 3 9 3 പ്രാവശ്യം, പിന്നെ 3 എടുക്കാം 1 പ്രാവശ്യം. അപ്പൊ കിട്ടി 18 എത്രയാണ്? 2 × 3 × 3. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കണ്ടേ? പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ്
12 ഈസ് ഈക്വൽ ടു 12 എല്ലാം നമുക്ക് ചെയ്യാണ്ട് തന്നെ കണ്ടുപിടിക്കാം കേട്ടോ. 12 ഈക്വൽ ടു 2. 12 എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. പിന്നെയും 2 എടുത്താൽ 3 പ്രാവശ്യം. പിന്നെയും 3 എടുത്താൽ ഒറ്റ പ്രാവശ്യം. അപ്പൊ എത്ര കിട്ടുക? 2 into 2 into 3. 2 into 2 into 3. അപ്പൊ നമ്മൾ രണ്ടിനും പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടു. ഇത് നമുക്ക് ഇതിന്റെ ആരെ കാണണം? LCM ആണ് അല്ലെ? സോ LCM of 18 and 12 is equal to, LCM എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ ആയിട്ടുള്ളത് ഒറ്റ പ്രാവശ്യം എടുക്കാം. ഇവിടെ കോമൺ ആയിട്ട് 2 ഉണ്ട് അല്ലെ? 2 ഉണ്ട്, പിന്നെ ആരുണ്ട്? 3 ഉണ്ട് അല്ലെ? വേറെ ഇല്ലല്ലോ. ഓക്കെ, കോമൺ ആയിട്ടുള്ള ഒറ്റ പ്രാവശ്യം എടുക്കുക, ബാക്കി എല്ലാ നമ്പറും അതുപോലെ എഴുതാം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഈ 2ൽ ഒരു 2 എഴുതാം, ഈ 2 3ൽ ഒരു 3 എഴുതാം, പിന്നെ ബാക്കിയുള്ള നമ്പർ അങ്ങനെ തന്നെ എഴുതാം. 2 ഉണ്ട്, 3 ഉണ്ട് അല്ലെ? ബാക്കി 2 into 3 is equal to 2 into 3 6, 6 into 2 12, 12 into 3 36. കണ്ടാ? 36 ആണ് LCM കിട്ടിയത്. 36 മിനിറ്റ് എത്തുമ്പോഴാണ് എന്ത് ചെയ്യുക? അവര് വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കണ്ടുമുട്ടുക. ഓക്കെ, ആ കണ്ടുമുട്ടുന്ന സമയത്ത് രവി 3 റൗണ്ട് അടിച്ചിട്ടുണ്ടാവും, സോണിയ 2 റൗണ്ട് അടിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടി. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്നും കൂടി എഴുതി കൊടുക്കാം. എന്ത് എഴുതാൻ പറ്റുക? Therefore, after 36 minutes, they will meet again at the starting point. Therefore, after 36 minutes, they will meet again at the starting point. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വലിയൊരു ക്വസ്റ്റ്യന്റെ ആൻസർ വളരെ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചു അല്ലെ? അപ്പൊ നമ്മുടെ എക്സസൈസ് 1.1ലെ എല്ലാ ക്വസ്റ്റ്യൻ തീർന്നു. നമുക്ക് എന്ത് കാണാം? എക്സസൈസ് 1.2ൽ കാണാം. ഓക്കെ.